ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണമശനം പുണരേണമെന്നിവണ്ണം. അണയും അനേക വികൽപ്പമാകയാലാരുണരുവതുള്ളൊരു നിർവികാരരൂപം. വീണ്ടും ഈ ആശയത്തെ കുറേയും കൂടെ നമ്മുടെ മുന്നിൽ പ്രകടമാക്കുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് അവതരിപ്പിക്കുന്നു. ഉണരണം, നമുക്കൊക്കെ ഉറങ്ങിയിട്ട് വീണ്ടും ഉണരണം. ഇന്നി ഉറങ്ങണം, എന്താണ്? വീണ്ടും ഉറങ്ങണം. ഉണരണം, ഉറങ്ങണം, നമ്മുടെ ആക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണ്. പിന്നെയോ ഭുജിച്ചീടണം, അശനം ഭുജിച്ചീടണം, ആഹാരം കഴിക്കണം. അതിൽ ചിലതൊക്കെ നമ്മളെ സംബന്ധിച്ച്, മനുഷ്യന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അതിലൊരുപാട് ഗവേഷണങ്ങളുണ്ട്. നമുക്ക് പല തെരഞ്ഞെടുപ്പുകളുണ്ട്. ഇന്നലെ ഇഡ്ഡലി, ഇന്നും ഇഡ്ഡലി, നാളെ ഇഡ്ഡലി, അങ്ങനെ അത് പോരാന്ന് പറയാം. പലതുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അവരെന്താണോ കഴിക്കുന്നത്, പശുവിന് 3 നേരവും പുല്ല് എന്ന് പറയും. 3 നേരം അത് മാത്രമേ ഉള്ളൂ എല്ലാ മൃഗങ്ങൾക്കും. അവരെന്താണോ അവർ കഴിക്കുന്നത്, അവരത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു പശുവും പറഞ്ഞിട്ടില്ല ഇത് ബോറടിച്ചിരിക്കണു, ഇത് ദിവസവും ഇത് തന്നെ, ഇതെന്താ ഒന്ന് പുതുതായിട്ടൊന്ന് കടുകിട്ട് പൊട്ടിച്ച് പുല്ലിന് 4 സവാളയൊന്നും ഇട്ട് അതിനൊരു വെറൈറ്റി ആക്കണം എന്നവർക്ക് ഒരു മൃഗങ്ങൾക്കും തോന്നിയിട്ടില്ല എന്ന് പറയാം. അവർക്കുണ്ട് എന്താ, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. അത് ഇത്രയും 4 കാര്യമുള്ളൂ അവർക്ക്. അത് 4 കാര്യങ്ങൾ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ആഹാരത്തിൻ്റെ കാര്യത്തിൽ, നിദ്രയുടെ കാര്യത്തിൽ അവർക്ക് ഭയമുണ്ട്, അവരുടെ മൈഥുനം, വംശവർദ്ധനവിന് വേണ്ടിയിട്ട്. ഇത് ഗുരു ഇവിടെ ചർച്ച ചെയ്യുകയാണ്. എന്തൊക്കെയാണ്? ഉണരണം, ഇന്നി ഉറങ്ങണം. നമ്മൾ ഉണരുന്നുണ്ട്, വീണ്ടും ഉറങ്ങുന്നുണ്ട്. ഭുജിച്ചീടണം, അശനം ഭുജിച്ചിടുന്നു, ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. പുണരേണം, നമ്മൾ എന്ത് ചെയ്യുന്നു? പുണരുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ഇവിടെ പുണരേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യത്തിൽ നാം ഏർപ്പെടുന്നു, പ്രജനന പ്രക്രിയയിൽ നാം വ്യാപരിക്കണു എന്നിവണ്ണം. ഇപ്രകാരം അണയും അനേക വികൽപ്പം, ഇങ്ങനെ അനേകം സങ്കല്പങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു. ആകയാൽ ഈ വക സങ്കല്പത്തിൽ, വികല്പങ്ങളിലൊക്കെ പെട്ട് ഉഴലുന്ന നമ്മൾ ചോദിക്കണു, ആരുണരുവത്? ആരാണ് ഈ സത്യം കാണാൻ? ആർക്കാണ് ഇതിലൊരു ധൈര്യമുള്ളത്? ഇതിൽ നിന്നൊന്നുണരാൻ. ഗുരു ഇതിനെതിരായിട്ടല്ല കേട്ടോ പറയുന്നത്, ഒരിക്കലും ഇതിനെതിരല്ല. മറിച്ച് ആരാണ് ഇതിൽ നിന്നൊന്ന് ഉണരുന്നത്? ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടോ എന്ന് ആരാണ് ചിന്തിക്കുന്നത്? ആരുണരുവത്? ഉള്ള് ഒരു നിർവികാര രൂപം. ഉള്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ ഉള്ളുകള്ളി എന്ന്. ഉള്ളിലുള്ള തൻ്റെ യഥാർത്ഥ സ്ഥിതി, ഉള്ളിലിരിപ്പത് എന്ത് എന്ന്, അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ഒരു നിർവികാര രൂപം. അത് ഒരു വികാരവും ഇല്ലാത്തതാണ്. അപ്പം ശരിയായ ഞാൻ ആരാണ്? ശരിയായ ഞാൻ ഉണരുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഭുജിക്കുന്നുണ്ടോ, ഈ മൈഥുന പ്രക്രിയകളിലൊക്കെ ഞാൻ ഏർപ്പെടുന്നുണ്ടോ? ശരിയായ ഞാൻ ആരാണ്? നിർവികാര രൂപം. ആ നിർവികാരനായിട്ടുള്ള ഞാനിനെ ഞാൻ അറിയേണ്ടതുണ്ട്. അതിനെ അറിയാൻ ആര് ശ്രമിക്കുന്നു? ആർക്കുണ്ട് ധൈര്യം? അതാണ് ചോദിക്കുന്നത്. ആരാണ് അതിന് തയ്യാറാകുന്നത്? അതുകൊണ്ട് സാമാന്യം ജനം കരുതിയിരിക്കുന്നു എന്താണ്? കുറച്ച് ഉറങ്ങണം, കുറച്ച് ഭക്ഷണം കഴിക്കണം, പിന്നെ അല്ലറ ചില്ലറ ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിതം കഴിക്കണം എന്ന്. അങ്ങനെയല്ല ജീവിതം എന്ന് പറയാം. അങ്ങനെയാണ് എങ്കിലോ അതാണത്രേ മൃഗങ്ങൾ. മൃഗങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആത്മോപദേശ ശതക യജ്ഞത്തിൽ അവരാരും വരില്ല. അവരെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. ആരെങ്കിലും വരുന്നുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ക്ലബ്ബൊന്നുമില്ല, ഒരു സംഘടന അവർക്ക് ഇല്ല. അവരൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക, അതിനൊരു പ്രസിഡന്റ്, അതിനൊരു സെക്രട്ടറി. നമ്മൾ കുട്ടികളുടെ പുസ്തകങ്ങളിൽ വായിക്കും കുറുക്കൻ സെക്രട്ടറി ആയതും, അല്ലെങ്കിൽ അവർ യോഗം കൂടിയതും, അങ്ങനെ യോഗത്തിൽ വരാതിരുന്ന ആളെ സിംഹം അന്വേഷിക്കാൻ പറഞ്ഞു വിടുന്നതും. ഇതൊന്നും യഥാർത്ഥത്തിൽ കാട്ടിൽ നടപ്പില്ലാത്തതാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഭാവനയിൽ അതൊക്കെ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവരെ പോലെ അല്ല. എന്നാൽ
അതിൽ നിന്നും കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ. അതാണ് ഗുരുക്കന്മാരുടെ സങ്കടം. ഗുരുക്കന്മാർക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ, ഈ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. അപ്പം മൃഗമാണോ എന്ന് ചോദിച്ചാൽ മൃഗവുമല്ല, എന്നാ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യനുമല്ല. അപ്പം അതിന് പകരം ഇതിനൊന്ന് തയ്യാറാകാൻ പറയാം. ആരാണ് ഇതിനാർക്കാണ് ധൈര്യമുള്ളത്? എന്താണ് ധൈര്യം? അതുകൊണ്ടാണ് ധീരൻ എന്ന് പറയുക. വിഷയേഭ്യ ദിയം രാതി ഇതി ധീര. ഈ വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിൻവലിച്ചവൻ. അത്തരത്തിലൊരു ധീരതയെ കൈക്കൊള്ളാൻ ഗുരു നമ്മളോട് അപേക്ഷിക്കുന്നു. ഈ അപേക്ഷ നമുക്ക് സ്വീകരിക്കാം. ഈ അപേക്ഷ സ്വീകരിക്കുന്നതിന് ഇപ്പോൾ ഉള്ള ഈ ദാമ്പത്യത്തെയും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഭക്ഷണം കഴിക്കുന്നതിനെയും ഒക്കെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല, മറിച്ച് ആലോചിക്കുക, ആരാണ് ഞാൻ? അപ്പം എൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? എന്നെ ബാധിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ നമ്മളൊക്കെ വലിയ വേദാന്തികൾ തന്നെയാണ്. ഈ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയണം, അതൊക്കെ ഞാൻ വിട്ടു, ഇതൊന്നും ശാശ്വതമല്ലല്ലോ എന്ന്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കില്ലേ അല്ലേ? പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അതൊക്കെ പോയി, ഒരു കാലത്ത് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴതൊന്നും ഞാനതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല എന്ന് പറയും. അപ്പം ഇപ്പം ഞാനതിനെ നോക്കുന്ന സമയത്ത് എനിക്കതൊന്നും ഒരു കാര്യമല്ല. പക്ഷെ ഇന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോ അതെനിക്ക് വലിയ കാര്യമാണ്. ഇത് തന്നെ നമ്മൾ ആലോചിച്ചാൽ പോരെ. ഇന്നലകളിൽ എന്തൊക്കെ നമ്മളെ ശക്തമായി സ്വാധീനിച്ചിരുന്നോ അതൊക്കെ ഇന്ന് നമുക്ക് ഒട്ടും നമ്മളെ സ്വാധീനിക്കാതെ നമ്മൾ അതിനെയൊക്കെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രസന്റിൽ ഇപ്പം ഇതിനെയൊക്കെ ഒന്ന് ഇഴപിരിച്ച് നമ്മളൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. ആ ആലോചനയാണ് ഭഗവത്പാദരുടെ ഭാഷയിൽ പറഞ്ഞാൽ കസ്ത്വം കോഹം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത. മോനെ, നീ ആരാണ്? ആരാ നിന്റെ ഭാര്യ? ആരാ നിന്റെ അച്ഛൻ? ആരാ നിന്റെ മകൻ? ആരുടെ മകനാണ് നീ? എവിടെ നിന്ന് വന്നു? എങ്ങോട്ട് പോകുന്നു? ഇതിൻ്റെ ഉത്തരമാണല്ലോ ആ കുട്ടി, ചെറിയ ഒരു പയ്യൻ ഭഗവത്പാദർക്ക് കൊടുത്തത്. ഹസ്താമല്ലകനോട് ചോദിച്ചില്ലേ, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഈ അറിവിൽ അങ്ങനെ അമർന്നിരിക്കുന്നവനാ, അതുകൊണ്ട് അവൻ ആരോടും ഒന്നും പറയണം എന്നില്ലായിരുന്നു. അവനോട് ചോദിച്ചു, കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം കുത ആഗതോസി. ഇത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ല ചോദ്യമാണ്. കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയെ പ്രീതി വിവർധനോസി. കുട്ടി, നീ ആരാണ്? നീ എങ്ങോട്ട് പോകുന്നു? എവിടുന്ന് വന്നു? എന്താ നിന്റെ പേര്? ഉത്തരം തരൂ. നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നടത്തു നിന്നാണ് വരുന്നത്, ഞാൻ ഇന്നടത്തേക്കാണ് പോണത്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതൊന്നുമല്ല അവൻ പറഞ്ഞത് എന്ന് പറയാം. അവൻ നേരിട്ട് ഗുരു പറഞ്ഞ ഉത്തരത്തിലേക്ക് വരികയാണ്. എന്താ അവൻ പറയുന്നത്? നാഹം മനുഷ്യോ ന ച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. എല്ലാറ്റിനെയും ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ അല്ല, നിജബോധരൂപഃ, ഞാൻ ബോധസ്വരൂപനാണ്. ഇങ്ങനെ ഞാൻ ബോധസ്വരൂപനാണ് എന്ന് വല്ലവരോടും പറയാനല്ലെങ്കിലും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഈ ബോധസ്വരൂപനാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നിദ്ര എന്ന അനുഭവം നമുക്ക് വേറൊരു പ്രകാരത്തിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതിനെ ഒന്ന് ബോധപൂർവം അറിയാൻ ശ്രമിച്ചാൽ അതാണ് സമാധി, അതാണ് ഞാൻ എന്ന് പറയുക. ഈ ദേശവസ്തുകാലങ്ങളെ കൊണ്ടൊന്നും തന്നെ ബാധിക്കപ്പെടാത്തവനായി ഓരോ ദിവസവും ഞാൻ ഇത്ര നേരം ഉറങ്ങി എന്നൊക്കെ ക്ലോക്ക് നോക്കുമ്പോഴാണ് അറിയുന്നത്. എന്നെ സംബന്ധിച്ച് നിദ്ര എന്ന അനുഭവത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. വാസ്തവത്തിൽ ഞാൻ ആരാണ്? ഈ ഒരൊറ്റ അന്വേഷണം മതി, ഈ ഒരൊറ്റ അന്വേഷണം. ആ അന്വേഷണത്തെയാണ് ഗുരു ഇവിടെ പറയുന്നത്. ഈ ഉറങ്ങി ഉണ്ട് കഴിഞ്ഞു ഇതായ പോരാന്ന് പറയാം. ഇതും ഒന്ന്
ഈ എല്ലാറ്റിൻ്റെയും പിറകെ ഓടുന്നതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ പിറകെയും ഒരു ചെറിയൊരോട്ടം. എവിടെയെങ്കിലും 5 സെൻറ്റ് കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുന്നുണ്ടല്ലോ. എന്നാൽ അതൊന്ന് പോയി നോക്കാം, എടുത്തിടാന്നേ. ഇപ്പം കുറച്ച് സ്ഥലത്തിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ലാഭത്തിൽ കിട്ടിയാലോ. അതേപോലെ ഇതാ ഇവിടെ പറയണു ഗുരു, ലാഭത്തിൽ ഇപ്പം കിട്ടും, ഒന്ന് ഇതിനു വേണ്ടിയിട്ടും ഒരു ചെറിയൊരോട്ടം നമ്മൾ നടത്തുന്നത് നല്ലതാണ്. തന്നിലേക്ക് തനിക്കൊരു തിരിഞ്ഞു നടപ്പ്, അത് വളരെ വളരെ ആവശ്യമാണ്. അടുത്തത്, അതിനെന്തു വേണം? ഗംഭീര ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിൽ ഈ ശ്ലോകം. ഗംഭീര ശ്ലോകം. ഉപനിഷത്തിനെ അങ്ങനെ തന്നെ അവതരിപ്പിക്കണം.